ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? അപ്പം ഈ ഇടയിൽ ഈ കുറച്ച് ദിവസമായുള്ളൂ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം സ്കൂളിൽ നിന്നും ടൂർ പോയ സമയത്ത് പോകാൻ പറ്റാതെ ഒരു ബാലൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു വാർത്തയായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു അത്. എല്ലാവരും ഇപ്പോൾ കേട്ടിട്ടുണ്ടാവില്ലേ? കുറച്ച് ദിവസത്തിനകത്തായേ ഉള്ളൂ ഈ ഒരു വാർത്ത ഇങ്ങനെ കേട്ടിട്ട്. അപ്പോൾ ആ വാർത്തയൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായൊരു സങ്കടം തോന്നി. കാരണം സാധാരണ നമ്മളെല്ലാവരും മക്കളെ സർക്കാർ സ്കൂളുകളിലേക്ക് ചേർക്കുന്നതെന്ന് പറയുന്നത് അവിടെ എല്ലാ കാര്യങ്ങൾക്കും ഒരുപോലെയാണ്. അതായത് യൂണിഫോമിന് ഒരുപോലെയാണ്, പിന്നെ എല്ലാ കാര്യങ്ങളും ഫീസ് കുറവാണ്, അതായത് തുച്ഛമായ ഫീസൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അവർ ഈടാക്കുകയുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ളൊരു കാരണങ്ങൾ കൊണ്ടാണ് എല്ലാവരും സർക്കാർ സ്കൂളുകളിലാക്കുന്നത്. അങ്ങനെയുള്ള സ്കൂളുകളിൽ എന്തിനാണ് ഇത്രയും വലിയ തുക, ഒരു 5,000 അടുപ്പിച്ചോളം തുകയൊക്കെ ഈടാക്കി ഇങ്ങനെ ടൂർ പോയി കഴിഞ്ഞാൽ സാധാരണ ഉള്ള രക്ഷിതാക്കൾക്ക് അതായത് ദിവസം കൂലിപ്പണിയൊക്കെ ചെയ്തിട്ട് വരുന്ന രക്ഷിതാക്കൾക്ക് ഒരുപാട് ബാധ്യതകളുണ്ടാവും. എല്ലാവർക്കും ബാധ്യതകളുണ്ട്. അതായത് അവർക്ക് തുച്ഛമായ വരുമാനമേ ഉള്ളൂ എങ്കിൽ പിന്നെ ലോണോ കാര്യങ്ങൾ, വീടിൻ്റെ കാര്യങ്ങൾ എല്ലാം നോക്കണ്ടേ. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ഇത്രയും എമൗണ്ടൊക്കെ ഒന്നിച്ചെടുത്ത് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ വരും. അത് മനസ്സിലാക്കാനുള്ള മനസ്സ് മക്കൾക്കും ഇല്ലാതായിപ്പോയി എന്നതാണ് സത്യം. സത്യത്തിൽ ഇത്രയും വലിയ ഒരു എമൗണ്ടിൻ്റെ ഒക്കെ ഉള്ള ഒരു ടൂർ സ്കൂളുകൾക്ക് ആവശ്യമാണ്. ഒരു സ്റ്റഡി ടൂറൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷേ ഇതൊന്നും സ്റ്റഡി ടൂറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അധ്യാപകർക്കും അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കും ഒക്കെ അടിച്ചു പോകാനുള്ള ഒരു യാത്ര മാത്രമാണ് ഈ ടൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും എമൗണ്ടൊക്കെ ഒരുപാട് രക്ഷിതാക്കൾ ഇങ്ങനെ അതിൽ പരാതികൾ പറയുന്നുണ്ട്. ഇത്രയും വലിയൊരു എമൗണ്ടൊക്കെ എന്തിനാണ് സ്കൂളുകളിൽ നിന്നും ടൂറായിട്ട് ഈടാക്കുന്നത്? ഒരു മകൻ അടുത്ത 2 ദിവസം, അതായത് 2 ദിവസം തുടർച്ചയായിട്ട് സ്കൂളിൽ പോകാതെ വീട്ടിൽ നിന്നപ്പോൾ അച്ഛൻ മോനോട് ചോദിക്കുകയാണ്, എന്താണ് നീ 2 ദിവസമായല്ലോ സ്കൂളിൽ പോയിട്ട്, എന്താണ് കാര്യം? അപ്പോൾ മകൻ പറയുകയാണ്, അച്ഛാ സ്കൂളിൽ നിന്നും എല്ലാവരും ടൂർ പോയിരിക്കുകയാണ്, 1-2 കുട്ടികൾ മാത്രമേ സ്കൂളിൽ ടൂറിന് പോകാതെയുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ അവർ വന്നതിന് ശേഷം മാത്രമേ ഇനി സ്കൂളിൽ ക്ലാസ് ഉള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ നീ പോകാത്ത എന്താ, അല്ലെങ്കിൽ നീ ആ കാര്യം വീട്ടിൽ പറയാത്ത എന്താ, നിനക്ക് പോകണമെന്ന് ആഗ്രഹമില്ലായിരുന്നോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി ഇതാണ്, അച്ഛൻ്റെ കയ്യിൽ അതിനുള്ള പൈസ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അച്ഛനോട് അത് പറയാത്തത്. നമ്മൾ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അച്ഛനത് വിഷമമാവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാത്തതെന്ന് ആ മോൻ പറഞ്ഞു. അപ്പോൾ അത് വീട്ടിൻ്റെ സാഹചര്യങ്ങൾ, അച്ഛൻ്റെയും അമ്മയുടെയും ജീവിത സാഹചര്യങ്ങളും അവരുടെ ദൈനംദിന കാര്യങ്ങളും എല്ലാം അറിയാവുന്ന മക്കൾക്ക് അത് തിരിച്ചറിയാൻ പറ്റും. അവർക്ക് ആ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് പഠിച്ചു വന്ന മക്കളാണ്. പക്ഷെ ഇതൊന്നും അറിയാത്ത മക്കൾക്ക് ഇതിൻ്റെ ഒന്നും അവസ്ഥ മനസ്സിലാകില്ല. വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടോ, അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾക്ക് അവരുടെ കയ്യിൽ പൈസയുണ്ടോ, ഇതൊന്നും അറിഞ്ഞൂടാത്ത മക്കൾക്ക് എന്ത് കാര്യങ്ങളും നിർബന്ധം പിടിക്കും. അതായത് എനിക്കത് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് അവിടെ പോകണം എന്നൊക്കെ ഉള്ളൊരു നിർബന്ധം പിടിക്കും. അത് സാധിച്ചു കൊടുത്തില്ല എങ്കിലാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് മക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾക്കൊക്കെ ഒന്നിച്ചിങ്ങനെ പൈസ എടുത്ത് കൊടുത്ത് ഓരോ കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾക്ക് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കുഞ്ഞു മക്കൾക്ക് കുഞ്ഞിലെ സമ്പാദ്യശീലം വളർത്തിയെടുക്കാൻ പറ്റും. അതായത് ഒരു ബോക്സിലോ ഒരു എന്തെങ്കിലും നമ്മൾ പൈസയൊക്കെ ഇട്ട് വയ്ക്കുന്നതിലൊക്കെ കുറച്ച് പൈസ ദിവസം നമ്മൾ ജോലി ചെയ്തിട്ട് വരുന്നതിൽ നിന്നോ, അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ട് വരുന്നതിൽ മിച്ചം 10 രൂപയൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ മക്കൾക്ക് കൊടുക്കുക. അവരത് സേവിങ്സ് ആയിട്ട് ചെയ്തെടുക്കും. അപ്പം നമ്മൾക്ക് ഒന്നിച്ചു കൊടുക്കാൻ പറ്റില്ല എങ്കിൽ ഒരു ആവശ്യമൊക്കെ വരുമ്പോൾ അവരുടെ കയ്യിൽ ഇതെടുക്കാൻ നോക്കുമ്പോഴത്തേനും ഒരു അത്യാവശ്യം അവരുടെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിരിക്കും. സ്കൂളിലെ ടൂറുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നോ, ഇതിനൊക്കെ അവർക്കൊരു സമ്പാദ്യശീലം ഉണ്ടാകും. അപ്പോൾ അവർക്കും അതൊരു സന്തോഷമുള്ള കാര്യമാവും. ഞാൻ സമ്പാദിച്ചു, അതായത് അവർ ജോലി ചെയ്ത് കൊണ്ടുവരുന്നതല്ല, എന്നാലും അച്ഛനും അമ്മയും കൊടുക്കുന്ന പൈസ അവർ മിഠായി വാങ്ങിച്ച് കളയാതെയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിലവാക്കാതെ ഒരു സമ്പാദ്യശീലം അവരുടെ കയ്യിൽ, അവരുടെ മനസ്സിൽ വളരുകയും അവരത് ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് അവർ തീർച്ചയായിട്ടും അവർക്കൊരു സന്തോഷമാവും. പിന്നെ യാത്രകൾ, സന്തോഷങ്ങൾ, ആഘോഷങ്ങൾ, ആഡംബരങ്ങളൊക്കെ ഇഷ്ടപ്പെടാത്ത മക്കളാരുമില്ല. വലിയവരും തീരെ മോശക്കാരല്ല, എന്നാലും കുഞ്ഞു മക്കൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. വലിയവർക്കാണെങ്കിൽ കാര്യങ്ങൾ ഇച്ചിരി കൂടെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല, അല്ലെങ്കിൽ സ്വയം ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്, അവർക്കത് മനസ്സിലാവും. മക്കൾക്ക് അതിനുള്ള അറിവില്ല. അവർക്ക് മറ്റുള്ളവർ പോകുമ്പം കൂടെ പോകണമെന്നും യാത്ര ചെയ്യണമെന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാവും. അപ്പം ചില മക്കൾ അത് മനസ്സിൽ തന്നെ സൂക്ഷിക്കും. അച്ഛൻ്റെ അമ്മയുടെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് ചില മക്കൾ അത് സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള പ്രവൃത്തികളിലേക്ക് ചെന്നെത്തപ്പെടും.
ചില സ്കൂളുകളിൽ ടീച്ചേഴ്സ് തന്നെ ഈ ഒരു സമ്പാദ്യശീലം അവർ തന്നെ ചെയ്യണം. കാരണം എങ്ങനെയെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് ഒരു 100 150 അല്ലെങ്കിൽ 200 രൂപയൊക്കെ അവർ മാറ്റി വെക്കുന്നുണ്ട്. സ്കൂളുകളിൽ ടീച്ചേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെയുള്ള ചില ആവശ്യങ്ങൾക്ക് അവർക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ, സ്കൂളിൽ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിൽ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിയുള്ള ഒരു യാത്ര അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഇതൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് അവർക്ക് തോന്നിക്കഴിയുമ്പോഴത്തേനും ഈ ഫണ്ട് ഉപയോഗിച്ച് മറ്റുള്ള കുട്ടികളെയും കൂടെ അതിൽ കൂട്ടാക്കാം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ടീച്ചേഴ്സ് അത് നല്ലവരായ ചെയ്യുന്നുണ്ട്. കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നൊക്കെ കരകയറി വന്നവർക്ക് ഇത് മനസ്സിലാവും. അങ്ങനെ അവരത് ചെയ്ത ഒരുപാട് അങ്ങനെയുള്ള നന്മയുള്ള ഒരുപാട് അധ്യാപകരുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ് കേട്ടോ. നമുക്കത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ മനുഷ്യരുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്, എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുവരണം എന്ന് തോന്നുന്ന കുറേ ആൾക്കാരും ഉണ്ട്, കുറേ നന്മ ഉള്ള മനുഷ്യരും ഉണ്ടെന്നുള്ളൊരു ചിന്ത. ഒന്നുകിൽ സ്കൂളുകാർ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിയുള്ള ഒരു യാത്രയാവണം, അല്ലെങ്കിൽ വളരെ തുച്ഛമായ പൈസയ്ക്ക് അത്യാവശ്യം വാഹനത്തിന് കൊടുക്കാനുള്ള വാടകയും കാര്യങ്ങളും ഒക്കെ മാത്രം ഈടാക്കിക്കൊണ്ടുള്ളൊരു ടൂറൊക്കെ സംഘടിപ്പിച്ച് എല്ലാ കുട്ടികളെയും യാത്രകളിലൊക്കെ ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക. കുഞ്ഞു മനസ്സുകളെ വേദനിപ്പിക്കാതിരിക്കുക. വീട്ടിലെ എല്ലാ രക്ഷകർത്താക്കൾക്കും ഇത് സാധിക്കണമെന്നില്ല. കാരണം സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ മുന്നോക്കം നിൽക്കുന്ന ആൾക്കാർ അത് ഹെൽപ്പ് ചെയ്യുമെന്ന് കേട്ടാൽ അങ്ങനെയൊന്നും ആരും ചെയ്യാനുള്ള മനസ്സൊന്നും കാണിക്കില്ല. പിന്നെ ടീച്ചേഴ്സിനൊക്കെ ഇങ്ങനെയുള്ളൊരു നമുക്ക് അവർക്കൊരു ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവും. അത് ചില സ്കൂളുകളിലൊക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. ടീച്ചേഴ്സ് തന്നെ ഇങ്ങനെ സംഘടിപ്പിച്ച് ഇല്ലാത്ത കുട്ടികളെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു അവസ്ഥ ചില ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ സ്കൂളുകളിലും ഇല്ല, ചില നല്ല സ്കൂളുകളിൽ അല്ലെങ്കിൽ ചില നല്ല ടീച്ചേഴ്സിന് അങ്ങനെയുള്ളൊരു മനസ്സുണ്ട്. അപ്പം അത് എല്ലാ ടീച്ചേഴ്സിനും ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കും കുഞ്ഞു കുഞ്ഞു സമ്പാദ്യശീലങ്ങളൊക്കെ വളർത്തി അവരെയും ഈ യാത്രകളിലൊക്കെ പങ്കെടുപ്പിക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ മക്കളുടെ സന്തോഷമാണ് നമ്മുടെയും സന്തോഷം. ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും വീഡിയോയും ഇത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോയുമായി വീണ്ടും വരും. അതുവരെ നിങ്ങളുടെ സ്വന്തം കാർത്തു. ബൈ ബൈ.